ആപ്കി അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മയമ്മയെ ഒരിക്കൽ മരുമകളാണെന്നുള്ള ഒരു ടൈറ്റിലിൽ ബന്ധങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിലും കൂടുതൽ താങ്കളാണ് മാറിയത്. പക്ഷേ ഇതെങ്ങനെ തെറ്റാകാനാണ്? ജനിക്കുമ്പോൾ മകളായി ജനിക്കുന്നു, അതിനുശേഷം യൗവനക്കാരിയാകുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും മരുമകളുമാകുന്നു, മരുമകൾ വന്നതും അമ്മായിയമ്മാകുന്നു. ഇത് ഒരു പെണ്ണിന്റെ സാധാരണ ജീവിതമല്ലേ? പക്ഷേ താങ്കളുടെ കാര്യത്തിൽ ഇത് സാധാരണ കാര്യമൊന്നുമല്ല. താങ്കളുടെ ഒരു രൂപം ഞങ്ങൾ പാർലമെന്റ് വെച്ച് കണ്ടിരുന്നു. താങ്കളുടെ ആ പാർലമെന്റ് രൂപം ജനങ്ങളെ ഇപ്പോൾ കാണിക്കാം. माफी मांगो इस देश से, माफी मांगो सोनिया गांधी आदिवासियों से, माफी मांगो औरतों से, माफी मांगो गरीब से। भारत की हत्या की बात पर कांग्रेस पार्टी ने ताली पीटी आज इस सदन में। इस बात का संकेत पूरे देश को दिया कि मन में गद्दारी किसकी है। यू आर नॉट इंडिया because you define corruption in India. You are not India because you define incompetence. अगर हिम्मत हो राहुल गांधी में तो आकर भारत के ऊपर इस प्रकार का कटाक्ष करने वाले डीएमके के अपने साथी का खंडन करके बताएं। ഇത് സാധാരണ സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയുള്ള സ്ത്രീകളോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. നമ്മുടെ നാടിനൊരു പ്രശ്നമാണെങ്കിൽ അവർ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുമോ? നിങ്ങൾ പാർലമെന്റിൽ നടന്ന 3 സംഭവങ്ങൾ കാണിച്ചു. ആദ്യത്തെ കാര്യം എന്താണ്? നമ്മുടെ ജനാധിപതി ദ്രൗപദി മുർമുർജി അവർ ആദിവാസിയാണ്, പാവപ്പെട്ടവളാണെന്ന് പറഞ്ഞ് നാണം കെടുത്തി. അവർ സുപ്രീം കമാൻഡർ ഓഫ് ആം ഫോഴ്സിൽ ഉണ്ടായിരുന്നു. അവരെ നാണം കെടുത്തി. അത് ജഡ്ജി സാർ കണ്ടിട്ട് വെറുതെ ഇരിക്കുമോ? ഇല്ല. എന്തിനാ അവരെ നാണം കെടുത്തിയത്? കാരണം അവരൊരു പെണ്ണാണ്. പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഒരു ജനാധിപതിയെ നാണം കെടുത്തിയാൽ, അത് നോക്കിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് നാണക്കേടാണ്. അവർ ഈ നാട്ടിന്റെ മൂത്ത സിറ്റിസനാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു ആദിവാസി പെണ്ണ്, അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. എന്നിട്ട് പോലും അവർ ജനങ്ങൾക്ക് ചെയ്യുന്ന സർവീസ് നിർത്തിയില്ല. അങ്ങനെ ഒരാളെ പാർലമെന്റിൽ നാണം കെടുത്തുമ്പോൾ നമ്മളെപ്പോലുള്ളവർ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? മറ്റുള്ള 2 ക്ലിപ്പിനെ നിങ്ങൾ ജനങ്ങൾക്ക്, അതായത് ഇവിടെയുള്ള ആളുകളെ കാണിച്ചു. അതിൽ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? ഡൽഹിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് ഞങ്ങൾ ഇന്ത്യയെ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. അതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ സിറ്റിസൺസും, എല്ലാ പെണ്ണുങ്ങളും അവരുടെ മുൻപിൽ ഇതുപോലെ നടന്നിരുന്നാൽ അവര് വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നോ? ഒരിക്കലുമില്ല. നിങ്ങൾ തന്നെ പറയൂ. ഇതിൽ ആൺ പെണ്ണെന്ന് ഒരു വേർതിരിവുമില്ല. സാധാരണ ഇന്ത്യക്കാർ 4-5 കുട്ടികൾ താഴെ ഇരിക്കുന്നു. അവരോട് ചോദിച്ചു നോക്കൂ. നമ്മുടെ നാടിനെ ആരെങ്കിലും വഴക്കു പറഞ്ഞാൽ അവർ വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമോ? താങ്കൾ ചെയ്തതൊക്കെ ശരിയാണ്. ഇപ്പോൾ താങ്കളുടെ അടുത്ത രൂപം ഞാനൊന്ന് കാണിച്ചു തരാം. പരമേശ്വരി. ഇത് ഞാൻ പാർലമെന്റിൽ താങ്കളുടെ ഗർജന ശബ്ദമാണെങ്കിൽ ഇതിൽ താങ്കൾ ഒന്നും മിണ്ടാതെ തന്നെ താങ്കളുടെ ക്യാരക്ടർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ താങ്കൾക്ക് മാറാൻ സാധിക്കുന്നതെന്നാണ്? അതായത് നിങ്ങൾ പാർലമെന്റിൽ കണ്ടത് യഥാർത്ഥ ആളാണ്, പക്ഷേ ഇത് ഒരു കഥാപാത്രമാണ്. പാർലമെന്റിൽ ഞാൻ റിയാലിറ്റി ഫേസ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് ഒരു കഥാപാത്രമായി അഭിനയിക്കുന്നതാണ്. ആ കഥാപാത്രത്തിൽ ഒരു വലിയ കുടുംബത്തിലെ ഒരു മരുമകളായി സ്വഭാവം എന്തായിരിക്കും? അതുപോലെ എല്ലാ വലിയ കുടുംബങ്ങളിലും ദാ അവിടെ നിങ്ങളൊരു ഷോർട്സ് കാണിക്കുന്നില്ലേ?
ആ തുളസി എന്ന ക്യാരക്ടർ ആരെ കൊല്ലാൻ പോകുന്നോ അത് അവരുടെ മകനാണ്. അവരെന്തിനവനെ കൊല്ലുന്നു? കാരണം അവൻ ഒരു പെണ്ണിനെ നശിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു സാധാരണ ഇന്ത്യയിലെ പെൺ ഒരു സത്യം ജയിക്കണമെന്ന് കരുതുമ്പോൾ തനിക്കിഷ്ടമുള്ളവരെയും എതിർത്തു നിൽക്കും. അതിനിതൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് റോൾ റിവേഴ്സ് അല്ല. എവിടെ എന്റെ കർത്തവ്യം എന്താണോ അത് ഞാൻ നിറവേറ്റിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് തുടക്കകാലത്തിൽ താങ്കളെ ആരും ഒരു ആർട്ടിസ്റ്റായിട്ട് അംഗീകരിച്ചില്ല, ഒരു ആക്ടറായിട്ട് അംഗീകരിച്ചതേയില്ല. ആദ്യത്തെ ദിവസം താങ്കൾ സീരിയൽ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയ സമയത്ത് വാച്ച്മാൻ എന്നെ അകത്തേക്ക് അയച്ചില്ല. എന്നെ അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. അതായത് ഇപ്പോഴെങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ എന്റെ ചെറിയ പ്രായത്തിൽ ജീൻസ്, ടീഷർട്ട്, ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് അവിടേക്ക് ചെന്നു. ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ ഞാൻ വാച്ച്മാനോട് ചോദിച്ചു, സാർ എന്നെ അകത്തേക്ക് വിടും, ഞാൻ അകത്തേക്ക് പോകണമെന്ന്. അവർ എന്തു വേണം നിനക്ക്? അല്ല, ഞാൻ അകത്തേക്ക് പോകണം, എനിക്ക് ഷൂട്ടുണ്ടെന്ന്. അതിന് അദ്ദേഹം നീ പുറത്തേക്ക് പോന്ന് പറഞ്ഞു. അതിന് ഞാൻ സാർ ഞാൻ ശരിക്കും ആക്ടറാണെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഉടനെ നിനക്ക് അകത്തെന്താണ് ജോലി എന്ന് ചോദിച്ചു. തുളസി ആരെയും നോക്കിയില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഉടനെ ഇല്ല ആ തുളസി ഞാനാണെന്ന് പറഞ്ഞു. സോ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവം എനിക്ക് മുൻപേ കാണിച്ചു തന്നതായിരിക്കാം. എപ്പോഴൊക്കെ എന്നെ റിജക്റ്റ് ചെയ്തോ, എവിടെയൊക്കെ എന്നെ റിജക്റ്റ് ചെയ്തോ അവിടെയൊക്കെ ഞാൻ ഉയരങ്ങളിലെത്തി. ഞാൻ മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു, ഏക്താ കപൂറും താങ്കളെ റിജക്റ്റ് ചെയ്തെന്ന്. സത്യമാണത്? തുടക്കത്തിൽ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ആഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കോൺട്രാക്ട് പേപ്പറിലേക്ക് സൈൻ ചെയ്യാൻ ബാലാജിയുടെ ഓഫീസിലേക്ക് ചെന്നിരുന്നു. ഇന്നും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് അന്ന് എന്റെ അച്ഛൻ എനിക്കൊരു ഡെഡ് ലൈൻ നൽകിയിരുന്നു. ഇന്ന് മാത്രം നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആരെ പറയുന്നോ അവരെ വേണം നീ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞു. എന്റെ മൈൻഡിൽ ആ ഒരു വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതായത് എന്റെ അച്ഛൻ ആ ഓഫീസിലേക്ക് പോകുന്ന ഒരു അരമണിക്കൂറിന് മുൻപാണ് ആ വാർത്ത അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ചെന്ന് അവിടെ ചോദിക്കുകയാണ്, സാർ ഒന്ന് വേഗം കോൺട്രാക്ട് തരൂ, അതെന്തോ ഹീറോയിന്റെ മൂന്നാമത്തെ അനിയത്തിയാണെന്ന്. അതൊന്നും പ്രശ്നമില്ല, എനിക്ക് കോൺട്രാക്ട് തരൂ. അപ്പോൾ ഏക്താ കപൂർ അവിടെ വന്നിരിക്കുകയായിരുന്നു, ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അവരോടൊപ്പം ജനാർദ്ദൻ എന്ന് ഒരു സാറും ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയുന്നു, ആ പെണ്ണ് ആരാണെങ്കിലും ഉടനെ പിടിക്കുമെന്ന്. എന്തിനായിരിക്കും? അതായത് അദ്ദേഹം ഫേസ് റീഡിംഗ് ചെയ്യുമത്രേ. ഈ പെണ്ണിനൊരു നല്ല ഭാവിയുണ്ട്, അവൾ വലിയ സ്ഥലത്തെത്തുമെന്ന്. നീ ആ പെണ്ണിനെ തുളസിയായി അഭിനയിപ്പിക്കെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചതിനു ശേഷം ഏക്താ പുറത്തേക്ക് വന്നു. ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോൾ ഞാൻ സ്മൃതി മൽഗോത്ര എന്ന് പറഞ്ഞു. കല്യാണത്തിനു മുൻപേ എന്റെ പേരാണത്. അതിനവർ എന്ത് സൈൻ ചെയ്തുകൊണ്ടിരിക്കുക? മാഡം, അവരാ പേപ്പർ വാങ്ങി ഉടനെ കീറിക്കളഞ്ഞു. അയ്യോ, വന്ന ജോലി പോയല്ലോ എന്ന് ഉടനെ അവർ ഇല്ല, നീ ചെന്ന് വേറെ പേപ്പർ എടുത്തിട്ട് വന്ന് അതിലെഴുതുകയാണ് ഷാഷ്ബി കബി ബഹൂത്തി എന്ന്. പിന്നെ എങ്ങനെ തുളസി എന്ന് എഴുതി. ഞാൻ ആകെ ഞെട്ടിപ്പോയി, കാരണം എനിക്ക് കിട്ടിയ ജോലി കീറിക്കളഞ്ഞു. എന്റെ മുഖം മാറിയതും അവർ ചോദിച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? അതിന് ഞാൻ, മാഡം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എന്റെ അവസാനത്തെ ഹോപ്പ് ഇതായിരുന്നു, ഉടനെ ആ കുട്ടിക്ക് കേക്ക് വാങ്ങിക്കൊണ്ടുവരൂ. എന്താ നടക്കുന്നെന്ന് നോക്കി, ഇനി നീയാണ് തുളസി എന്ന് പറഞ്ഞു. നീയാണ് ചരിത്രം പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാനതിന് ചരിത്രമൊന്നും വേണ്ട, എനിക്ക് എത്ര രൂപ സാലറി തരുമെന്ന് ചോദിച്ചു. അവർ ചരിത്രമെന്ന കാര്യത്തിൽ മൂழ்കിയിരുന്നു. ഞാൻ പേ ചെക്കിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടല്ലോ. നേരാണ്, ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ചെറിയ കുട്ടികളാണ് ഇരിക്കുന്നത്, മേ ബി വലിയവർക്കറിയാമായിരിക്കും. അപ്പോൾ അമിതാഭ് ബച്ചൻ സാറിന് ഒരു വലിയ ഷോ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് എപ്പോഴുള്ള ഒരു സ്ലോട്ടാണ് നൽകിയതെങ്കിൽ ആ സമയത്ത് ആരും TV ഓപ്പൺ ചെയ്യില്ല. രാത്രി 10:30 മണിക്ക് എല്ലാരും ഉറങ്ങും. ഇതിൽ ഞാനെങ്ങനെ ചരിത്രം സൃഷ്ടിക്കാനാണെന്ന് കരുതി. അതിനുശേഷം എല്ലാരും കാണാൻ തുടങ്ങി, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുമുടികൾ തൊടാൻ തുടങ്ങി. ആദ്യം താങ്കളെ എല്ലാവരും ശ്രദ്ധിച്ചത് ഊലാല എന്നുള്ള ഷോയിലല്ലേ? ശരിയല്ലേ ഇത്? അതായത് നിങ്ങൾ എല്ലാരും OTTയിൽ കണ്ടു കാണും, പക്ഷേ നീലം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആക്ടർ കൊട്ടാരി, അതെ, നീലം കൊട്ടാരിയെ കണ്ടിട്ടുണ്ടോ? അവർക്കൊരു ദിവസം സുഖമില്ലാതായി. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്തു ചെയ്തെന്നാൽ, ഒരു ഹിന്ദി സംസാരിക്കുന്ന പെണ്ണുണ്ടായിരുന്നു, അവളെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, പറയൂന്ന്, ഹിന്ദി സംസാരിക്കാൻ അറിയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാന്ന്. അതിന് അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, ഈ നടിക്ക് സുഖമില്ല, നീ ഈ ക്യാരക്ടർ അഭിനയിക്കുമോന്ന് ചോദിച്ചു. അവരെന്ത് കരുതിയെന്നാൽ, പുതിയ പെണ്ണ് അഭിനയിക്കാൻ ഒരുപാട് സമയമാകുമെന്ന്. 9 മണിക്കൂർ ഷിഫ്റ്റ് ഇട്ടു. ഞാൻ പെട്ടെന്ന് 1 മണിക്കൂറിൽ എല്ലാം തീർത്തു. ജോലി കഴിഞ്ഞു 8 അവർ സേഫായി. ഈ പെണ്ണിന് നല്ല കഴിവാണല്ലോ. പിന്നെ എല്ലാ പ്രൊഡ്യൂസറും ഫോൺ ചെയ്ത്, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, നല്ല ഫാസ്റ്റായി അഭിനയിക്കുന്നു, കൂടുതൽ കാശും വാങ്ങില്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്യും, ഇവൾക്ക് അവസരം നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ യാത്ര തുടങ്ങിയത്. എല്ലാരും എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴുള്ള വലിയ ആക്ടർ അർജുൻ കപൂർ, അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഉണ്ടായിരുന്നു,
സതീഷ് സോറി, മോണ കപൂറിന്റെ അമ്മ അവർ വിളിച്ചു. പിന്നെ രാഹുൽ രവീർ അദ്ദേഹവും വിളിച്ചു. പിന്നെ ശോഭ കപൂറും വിളിച്ചു. ഫോൺ വന്നു, ഞാൻ ജിതേന്ദർ സാറിന്റെ ഓഫീസിൽ നിന്നും സംസാരിക്കുകയാണെന്ന്. ഞാൻ ഏത് ജിതേന്ദർ? നീ മണ്ടിയാണോ? ഞാൻ ആക്ടർ ജിതേന്ദർ ആണെന്ന് പറഞ്ഞു. ഞാനുടനെ എന്തിനാ അദ്ദേഹം എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം നേരിട്ട് വരൂ, അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി ഞാൻ കേട്ടിരുന്നു, ആദ്യമായിട്ട് താങ്കളെ ഇന്റർവ്യൂ എടുത്തത് ഒരു ഗാരേജിൽ ആദ്യം വെച്ചാണ്. ഗാരേജിലാണ് എന്നെ ഇന്റർവ്യൂ എടുത്തത്. ആ സമയത്ത് രജനി സീരിയൽ നിങ്ങൾ കുട്ടികളൊന്നും കണ്ടു കാണില്ല. പ്രിയ ടെണ്ടുൽക്കർ അവിടെ ഷൂട്ടിങ്ങിലായിരുന്നു. അവർ വന്നു. ഈ കുട്ടികളൊക്കെ ചെന്ന് അവരാരാണെന്ന് ഹിസ്റ്ററി ശേഖരിക്കും. അവർ വന്ന് ഇവരാരാണെന്ന് ചോദിച്ചു. പുതിയതായി വന്ന പെണ്ണെന്ന് പറഞ്ഞു. ഉടനെ ബെസ്റ്റ് ഓഫ് ലക്ക്, നന്നായി ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വായും വളർന്നു നോക്കുകയായിരുന്നു, അവരെത്ര വലിയ ലെജൻഡാണ്. ഞാനപ്പോൾ കാരേജിൽ ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു. ഫെയിലായി. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ജയിച്ചതിൽ മാത്രമല്ല എന്റെ തോൽവിയിൽ പോലും എനിക്ക് ഒരുപാട് വിജയം കിട്ടിയിട്ടുണ്ട്. താങ്കൾ ധാരാളം ഫെയിലിയേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ താങ്കളുടെ ഹിസ്റ്ററിയൊക്കെ നോക്കുന്ന സമയത്ത് മീക്ക ഒരു ആൽബം ചെയ്തിരുന്നു. ഈ ജനറേഷന് മീക്ക അറിയാമോ? മഴയിൽ തീ പടർന്നു. അത് മഴയിൽ, ഞാൻ തീയിലായിരുന്നു. ചെറിയ ചെറിയ ക്യാരക്ടറാണ് സാർ. എന്നാലും ഒന്ന്, ഞാൻ ഡൽഹിയിൽ നിന്നും വന്നവളാണ്. എന്റെ കുടുംബത്തിൽ ആർക്കും ആക്ടിംഗ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല. അച്ഛനും അമ്മയ്ക്കും ആക്ടിംഗ് എന്ന് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. കഴിക്കാൻ പോലും കാശില്ല. ആ സമയത്ത് പരിധിക്കകത്ത് മര്യാദയായി സത്യസന്ധമായി കിട്ടിയ ജോലി, അത് ഒരുപാട് സമയം നിൽക്കുന്ന ജോലിയായാലും അതൊരു ജോലി. എന്നെങ്കിലും ഒരു ദിവസം ദൈവം അനുഗ്രഹിക്കും, രക്ഷപ്പെട്ടു പോവെന്ന്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തു, ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. അത് മറ്റുള്ളവർക്കറിയില്ല അതൊരു ദിവസം ചരിത്രമായി മാറുമെന്ന്. ഞാനിപ്പോൾ എന്റെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഒരുപാട് പേരോട് കടമപ്പെട്ടിരിക്കുകയാണ്. ഒരു പുതിയ ആൾക്ക്, ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് ഒരവസരം നൽകി. അതുകൊണ്ട് എന്റെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. എന്നെക്കൊണ്ട് എത്ര സാധിക്കുമോ അത്രത്തോളം ഞാൻ ഏതെങ്കിലും ഒരു യങ്സ്റ്റേഴ്സിന്, യാതൊരു അടയാളമോ യാതൊരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെ ഒരു യങ്സ്റ്ററിന് ഞാൻ ഒരു അവസരം നൽകണം. കാരണം എനിക്കങ്ങനെയാണ് കിട്ടിയത്. മോഡലിംഗ് കാലത്തെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു, ഇതിനു മുൻപ് എടുത്തതൊക്കെ. സത്യത്തിൽ അതെല്ലാം സ്റ്റണ്ണിംഗ് പിക്ചേഴ്സ് ആയിരുന്നു. സ്റ്റണ്ണിംഗ് ഒന്നുമല്ല. കാണിക്കാമോ? അയ്യോ Stunning. ദൈവമേ. സ്മൃതി ഒരു സമയത്ത് ലീനായിരുന്നു. ഇത് മിസ് ഇന്ത്യയുടെ പിക്കാണ്. പക്ഷെ ഇപ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെ തോന്നില്ല. പക്ഷെ ഒരു സമയത്ത് ഫൈനൽ ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഇന്ന് പക്ഷെ ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം സാർ ഇതുവരെ പറഞ്ഞില്ല. പറയട്ടെ? ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ 1998 എടുത്തതാണ്. അതുപോലെ 1995 നിന്ന് 1997 വരെ ഞാൻ എവിടെ ജോലി ചെയ്തിരുന്നോ അവിടെ രജിത് സാറായിരുന്നു ഹെഡ്. ഇദ്ദേഹം ഒരു ദിവസവും, ആക്ച്വലി ഞങ്ങൾ ബോട്ടം ഓഫ് ദ പിരമിഡ് ആയിരുന്നു. രജിത് സാർ ടോപ്പിലായിരുന്നു, ന്യൂസൊക്കെ വായിക്കുമായിരുന്നു. സീ ന്യൂസിലും, അതായത് മാഡമായിരുന്നു സിംഗറായിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്മൃതി ഇറാനി. ആർക്കറിയാം, ഒരു ദിവസം നിങ്ങളും വിജയിച്ച് ഇവിടെ വന്നിരിക്കുമെന്ന്. ദൈവാനുഗ്രഹം. അതായത് ഇപ്പോൾ നിങ്ങൾ ആപ്കി അദാലത്തിലാണ്. ഈ ബിൽഡിംഗിൽ ഇരിക്കുന്നു. ഈ ബിൽഡിംഗിന്റെ ബേസ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിന്റെ രാഷ്ട്രീയത്തിലേക്ക് ആദ്യം ഡൽഹിയിലേക്ക് വന്നപ്പോൾ ആ സ്ഥലത്ത് ആളുകളെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് രജിത് സാർ നിൽക്കുകയായിരുന്നു. വളരെ പഴയ കാര്യങ്ങളാണ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ഞാൻ എന്തിനു വേണ്ടി ഓർമ്മിപ്പിക്കുന്നെന്നാൽ എനിക്ക് മാത്രമല്ല വയസ്സായത്. ഞാനും താങ്കളുടെ പഴയ ഓർമ്മകളെയൊക്കെ ഒന്ന് ഇപ്പോൾ പൊടിതട്ടിയെടുക്കാം. ഞാൻ കുറ്റം ആരോപിക്കുന്നത് പോലെയുണ്ട്. വിനോദ് ഖന്നയുടെ കൂടെ താങ്കൾ ഒരു സിനിമ അഭിനയിച്ചിരുന്നു. സിനിമ അഭിനയിച്ചില്ല, ഞാനൊരു ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ചു. ആ സീരിയൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ എഴുതി. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച ആ എക്സ്പീരിയൻസിനെ കുറിച്ച്? വളരെ എക്സ്ക്യൂട്ടായ ആക്ടർ, ഒരുപാട് കഴിവുള്ള ആൾ. അതുപോലെ പൊളിറ്റിക്സിലും അദ്ദേഹത്തിനൊരു മര്യാദയുണ്ടായിരുന്നു, ഭക്തിയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിനൊരു ഇൻക്ലിമേഷൻ ഉണ്ടായിരുന്നു. അത് പ്രശംസിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. മാത്രമല്ല നോൺസെൻസ് എന്നൊരു കാര്യമേ ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ജോലി ചെയ്യുന്നത്
ഒപ്പം അദ്ദേഹത്തിന്റെ നോൺ നോൺസെൻസ് എന്ന കാര്യം സർവേ ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. അത് കറക്റ്റാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ഫിലിമിലാണെങ്കിലും ശരി, വിനോദ് ഖന്നയുടെ ഒരു കോൺട്രിബ്യൂഷൻ കാണും. വിനോദ് ഖന്ന സാറും അങ്ങനെയാണ്, ഹേമ മേഡവും അങ്ങനെയാണ്. ഇപ്പോഴും ഹേമ മേഡത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശത്രു സാർ ഇപ്പോൾ ഓപ്പോസിറ്റിലാണ്. പക്ഷെ ജീവിതത്തിൽ എന്റെ ആദ്യത്തെ അവാർഡ് തന്ന ആളുകളിൽ ഒരാളായി ശത്രു സാറിനെയാണ് ഞാൻ ആദ്യം പറയുക. എനിക്ക് നന്നായി ഓർമ്മയുണ്ട്, പഴയ ക്ലിപ്പുകൾ കണ്ടാൽ അറിയാം. അതായത് ഞാൻ ജഡ്ജിന്റെ സ്ഥാനത്ത്, ഇപ്പോൾ ജഡ്ജ് ഇരിക്കുന്നില്ല ആ സ്ഥാനത്ത്, ഞാൻ അതുപോലെ ജഡ്ജായി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ കമന്റ് നൽകിയത്? അദ്ദേഹം ഇന്ന് പഞ്ചാബിന്റെ CM ആണ്. ഭഗവത് മാൻ. അതെ, അതായത് ടെലിവിഷൻ, മീഡിയ, പത്രക്കാരുടെ ലോകത്ത്, അല്ലെങ്കിൽ അക്കാഡമിഷനിലുണ്ടായിരുന്നാലും അല്ലെങ്കിൽ ആക്ടറായിരുന്നാലും ഇതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും മെയിൻ സ്ട്രീമിലായിരുന്നാലും ശത്രു സാറിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ പ്രസിദ്ധമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നേരാണ്, ഈ എല്ലാ സ്റ്റോൾ വേർഡ്സും ഞാൻ ദത്ത് സാറിന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നാലും അദ്ദേഹം കോൺഗ്രസിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കെന്ത് തോന്നുന്നെന്നാൽ, അമിത് സാറിനെ കുറിച്ച് പറയും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ വിഷമത്തിലാണെന്ന്. അദ്ദേഹത്തിന്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. അതായത് 2 വാളുകൾ പിളർന്നാലും അദ്ദേഹം എപ്പോഴും സമാധാനത്തിന്റെ ശിഖരമാണ്. പക്ഷേ ഞങ്ങളുടെ പാരമ്പര്യം എങ്ങനെയാണെന്നാൽ, ഒരിക്കൽ വാളെടുത്താൽ രക്തം കാണുന്നതുവരെ ഞങ്ങൾ അത് അകത്ത് വെക്കില്ല. സോ ഇതാണ് കാണുന്ന കാഴ്ചയ്ക്കും അനുഭവത്തിനുമുള്ള വ്യത്യാസം. പബ്ലിക് ഇപ്പോൾ ചോദ്യം ചോദിക്കും. તો મોટાબેન મારું કહેવાનું એમ છે કે અમે તુલસીનું કયું રૂપ જોઈશું? જે જૂનું હતું ઈ કે કોઈ નવા આપણે અંદાજમાં? ગુજરાતીમાં જ વાત કરશું તો બધાને કેમ ખબર પડશે કઈ વાત થઈ? જ્યાં જાઓ ત્યાં ગુજરાતી. હા, જ્યાં ગુજરાતી ત્યાં સદાકાળ ગુજરાત. પણ ഇപ്പോൾ ഇദ്ദേഹം എന്ത് ചോദിക്കുന്നെന്നാൽ, തുളസി ഇപ്പോൾ എന്ത് ക്യാരക്ടറിലാണ്? ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേറ്ററായി. അതായത് ഇപ്പോൾ നിങ്ങൾ എനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ പറയാം. ઘરની વહુ જેમ હતી એમ જ છે. അതുപോലെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. પણ ફરી મળીએ આપણે. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? मी नागपूरमधून महाराष्ट्रमधून बापरे, ही काय आजमाली लँग्वेजची टेस्टिंग चालली आहे का? नाव काय आहे तुमचं दादा? प्रदीप नाव प्रदीप आहे. दादा. किती वर्ष झाले इकडे? मला 16 मध्ये आलो होतो इकडे. अरे वा, सांगा. मला एक माझा प्रश्न आहे तुम्हाला की महाराष्ट्रात आता मराठी भाषेवरून जे विवाद सुरू आहे, तर राज ठाकरे साहेब म्हणतात की जो हिंदी में बोलेगा त्याच्या कानाखाली वाजवेल. हे खरं आहे का? എനിക്കെന്ത് തോന്നുന്നെന്നാൽ, ഞാൻ ഇക്കാര്യം നിങ്ങളോട് മുൻപേ തന്നെ പറഞ്ഞേക്കാം. എന്റെ മുത്തശ്ശി മഹാരാഷ്ട്രീയൻ, എന്റെ മുത്തച്ഛൻ പഞ്ചാബി. പാർട്ടീഷ്യന് ശേഷം അദ്ദേഹം ഉത്തർപ്രദേശിലേക്ക് എത്തി, മുരാദാബാദിലേക്ക്. എന്റെ അച്ഛൻ ബംഗാളിയാണ്. പിന്നെ എന്റെ മുത്തശ്ശി ഇപ്പോൾ വിഭജിച്ചില്ലേ പഞ്ചാബിനെ, അവിടെ നിന്നും വന്ന് ധൂപിടി അസാമിലായിരുന്നു. പിന്നെ കുറച്ചു ദിവസത്തിനു മുൻപ് ഒരു ആക്ടർ നല്ല കാര്യം പറഞ്ഞിരുന്നു. പ്രകാശം എന്നത് സംസാരിക്കുന്ന ഒരു ഉപകരണമാണ്. അത് നിയന്ത്രണത്തിന്റെ അടയാളമാണ്. അത് നാടിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അടയാളം. നമ്മുടെ നാട് പലവിധമായ നൂലുകൾ കൊണ്ട് കെട്ടപ്പെട്ടിരുന്നാലും ഒരേ നൂലിൽ ചേർക്കപ്പെടുന്ന ബന്ധമാണത്. ഈ ബന്ധം ഒരു മൊഴിക്കോ സമൂഹത്തിനോ മാത്രമല്ല, ഒരു മതം, ഒരു ജാതി, ഒരേ ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെയുള്ള സകലതിനെയും അത് ബാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയെ നമ്മുടെ മാതൃദേശമെന്ന് പറയുന്നു. ആ മാതാവിന്റെ കയ്യിൽ അടികൊണ്ടാലും നെറ്റിയിൽ അടികൊണ്ടാലും മാതാവിനാണ് വേദന. നമ്മുടെ നാട്ടിൽ 16,000 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. 125 ഭാഷകൾക്കു മുകളിൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം നമ്മൾ എല്ലാവരുടെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നു. आणि मी तुम्हाला भेटते कार्यक्रम परत. ഗുജറാത്തിലും മറാഠിയിലും ഒക്കെ എല്ലാവരും ചോദിച്ചു. ഇനി ബംഗാളിയിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കും. ഇന്നത്തെ എനിക്ക് ടെസ്റ്റ് ആണോ, ലാംഗ്വേജ് ടെസ്റ്റ് ആണോ ഇത്? അപ്പോ ലാംഗ്വേജ് ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് আপনি কি বাঙালি? হ্যাঁ বাঙালি। এ মা, কোথা থেকে? নামটা কি আপনার? আমার নাম সানন্দা ব্যানার্জি, কোথা থেকে আপনি? কলকাতায়, এখন নয়ডাতে থাকি। আচ্ছা, তো আমার বাংলাদেশ- দাদু থাকতেন সল্ট লেকে। আচ্ছা, আমি অ্যাকচুয়ালি অরিজিনালি শান্তিনিকেতন থেকে। আরে বাবা, বাপের বাড়ি শ্বশুর বাড়ি দুটোই। আমার দাদু ছিলেন সল্টলেক থেকে, মানে দাদুর ভাই এরা সবাই ওখানে এখনো মামা থাকেন। আর পরিবারের 1-2 লোক দমদমে থাকে।
പറയാം ഞങ്ങൾക്കും നിങ്ങളോട് ഞാൻ മനസ്സിലാവുന്ന പോലെ തീർച്ചയായും മലയാളത്തിലൊന്ന് പറയാം. അതായത് ഞാൻ കൊൽക്കത്തയിൽ നിന്നും വന്നു, ഇപ്പോൾ ഞാൻ നോയിഡയിലാണ്. പിന്നെ ഇവരുടെ അച്ഛന്റെ കുടുംബം ശാന്തി നികേതനിലാണ് താമസിക്കുന്നത്. ഞാൻ അവരോട് എങ്ങനെ പരിചയപ്പെട്ടു എന്നാൽ എന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയായിരുന്നു. പിന്നെ ദംദമിലും എന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ വലിയ ട്രാൻസ്ലേറ്ററാക്കി മാറ്റിയിരിക്കുന്നു. হ্যাঁ বলুন। আমি বাংলাতে একটা কোয়েশ্চেন জিজ্ঞেস করতে চাই যে আমাদের যে বাংলার মহিলা মুখ্যমন্ত্রী উনি মহিলা হওয়ার সত্ত্বেও বাংলাতে যে এত স্পেশালি হিন্দু মহিলাদের ওপর এত অত্যাচার হচ্ছে সেটার কোনো বিচার নেই, এই ব্যাপারে আপনার কি মত? അവർ എന്തു ചോദിക്കുന്നെന്നാൽ ഇവരുടെ ബംഗാൾ മുഖ്യമന്ത്രി പെണ്ണായിരുന്നിട്ടും പെണ്ണുങ്ങൾക്ക് നടക്കുന്ന ദ്രോഹത്തെക്കുറിച്ചും അതിലും ഹിന്ദു പെണ്ണുങ്ങൾക്ക് നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും എന്താണ് തടയാത്തതെന്ന് ഇവർ ചോദിക്കുന്നു. അതാണ് ഇവരുടെ ചോദ്യമായിരിക്കുന്നത്. എനിക്കെന്തു തോന്നുന്നെന്നാൽ ഇവിടെ ആണാര് പെണ്ണാര് എന്നതല്ല മുഖ്യം. നമ്മളൊരു അധികാരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നാൽ ഗവൺമെന്റിന്റെ സുരക്ഷാ പദ്ധതിക്ക് മുൻപിൽ എല്ലാ ധർമ്മത്തിലും എല്ലാ മതത്തിലുള്ള വയസ്സായ ആളുകളെ നമ്മൾ രക്ഷിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പറയും മാമാട്ടി മാനുഷ് എന്ന് ബംഗാളിൽ പറയും. ബംഗാളികളുടെ സംസ്കാരത്തിൽ ഈ ദുർഗാപൂജ എന്നത് വളരെ നെസസിറ്റിയായിരിക്കുന്നു, അവരുടെ ജീവിത രീതിയായിരിക്കുന്നു. আমরা যে বলি না মহিলাটা ধর্ষিত হচ্ছে, പ്രശ്നമുണ്ടായാൽ അത് തടയേണ്ടത് നമ്മുടെ കടമയാണ്. അത് ബംഗാളിലായാലും ശരി, നമ്മുടെ നാട്ടിലായാലും ശരി, അത് തീർച്ചയായും തടയണം. ഞാനൊരു നേതാവായി ബംഗാളിൽ ആ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഡൽഹിയിലോ നോയിഡയിലോ ഇരിക്കുന്ന യുവാക്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരു സാധാരണ കുടുംബത്തിലെ പയ്യൻ, ഗ്രാമത്തിലെ പയ്യൻ TMC മമതാജി മേഡത്തിനെതിരായി ശബ്ദമുയർത്തുകയാണെങ്കിൽ അവനെ പൊതുവഴിയിൽ അവരെല്ലാരും ചേർന്ന് തൂക്കിക്കൊല്ലുകയാണ്. BJPക്ക് വേണ്ടി വാക്കുകൾ ശേഖരിക്കാനായി ചെന്ന നമ്മുടെ സ്ത്രീകളെ റിസൾട്ട് വന്നതിനു ശേഷം പൊതുസ്ഥലങ്ങളിൽ വെച്ച് മുടി പിടിച്ചു വലിച്ച് അവരെ നാണം കെടുത്തുന്നു. ഗ്രാമത്തിനകത്തേക്ക് BJPയുടെ ആളുകൾ വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ഞങ്ങളോടൊപ്പം അയച്ചാൽ മാത്രമേ നിങ്ങളെ അകത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയത്തിലെ നേരാണ്. ഇതുപോലെ BJP ആളുകൾക്ക് ബംഗാളിൽ മാത്രമല്ല കേരളത്തിലും സംഭവിച്ചു. സമീപത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരാളെ ആഭ്യന്തര വകുപ്പിലേക്ക് നോമിനേറ്റ് ചെയ്തതിന് പ്രശംസിച്ചു. മഹാമഹിയെ രാഷ്ട്രപതി മൂലം തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹായിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കപ്പെട്ടു. കേരളത്തിലെ BJP പ്രവർത്തകർ എങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടു എന്നാൽ ഒരാൾ സ്കൂട്ടർ ഓട്ടിക്കും, എങ്ങനെയോ ജീവിച്ചു പോകാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ഈ കൈ വെട്ടിയെടുത്തു. അധ്വാനിക്കാൻ പറ്റാത്തവൻ എങ്ങനെ ശബ്ദമുയർത്താനാകും? ഞാൻ 25 വർഷം ഇതുപോലുള്ള പ്രവർത്തകരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. രജത് സർ അടൽ ബിഹാരി വാജ്പേയിയെ പ്രധാനമന്ത്രിയായി കണ്ടിട്ടുണ്ട്. നരേന്ദ്ര ചേട്ടനെയും പ്രധാനമന്ത്രിയായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുണ്ടായിരുന്ന പൊളിറ്റിക്സിൽ ഞങ്ങൾക്കൊരു പവറുമില്ലായിരുന്നു. ഒരാൾക്ക് മറ്റൊരാളല്ലാതെ മറ്റുള്ള സഹകരണമൊന്നുമില്ലായിരുന്നു. BJPയിൽ എന്റെ കൂടെയുള്ള പ്രവർത്തകരെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. ഞാൻ അറിഞ്ഞത് ജാർഖണ്ഡിലുള്ള താങ്കളുടെ പാർട്ടി പ്രവർത്തകയെ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്നാണ്. ആശ, അവൾ വിദ്യാർത്ഥികളുടെ അസംബ്ലിയിലുണ്ടായിരുന്നു. അവൾക്ക് 26 വയസ്സ് കാണും. അവളോട് ആരോ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു. വിക്ടർ ബാനർജിയുടെ കൂടെ ബംഗാളി സിനിമ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ദേശീയ ഗ്രൂപ്പിലെ സ്ത്രീകളുടെ നേതാവായിരുന്നു. 2011-ൽ ആരോ പറഞ്ഞിരിക്കുന്നു നീ ചെന്ന് സ്മൃതി റാണിയെ നോക്കെന്ന്. അവളൊരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് ആക്റ്റീവ്സ് ആയിരുന്നു. ഞാനൊന്നും ആക്ടറിനെ ചെന്ന് നോക്കില്ലെന്ന് പറഞ്ഞു. അവൾക്ക് അപ്പോൾ പുതിയതായി കല്യാണം കഴിഞ്ഞതായിരുന്നു. അവളുടെ ഭർത്താവ് അല്ല നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ കാണാനായി കൊൽക്കത്തയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ BJPയിൽ ജോയിൻ ചെയ്യേ, ജാർഖണ്ഡിൽ വന്ന് പണി ചെയ്യുന്ന്. അവളൊരു ആദിവാസി പെണ്ണാണ്. എങ്ങനെയോ അവളോട് സംസാരിച്ച് ഒരു വിധത്തിൽ ഞാൻ അവളെ സമ്മതിപ്പിച്ചു. അവൾ എന്റെ കൂടെ ടീം ലീഡറായിരുന്നു. പിന്നെ അവളുടെ ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അന്ന് അവളുടെ ഹസ്ബൻഡ് ഷോപ്പിങ്ങിന് കൊണ്ടുപോയിരുന്നു. വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങി നൽകാനായി. അവളെ അവിടെ കടയിലാക്കിയിട്ട് അദ്ദേഹം എന്തോ വാങ്ങിക്കാനായി പുറത്തു ചെന്നു. അപ്പോൾ ആഷയ്ക്കൊരു ഫോണ് വന്നു. നക്സൽസ് ഫോൺ ചെയ്തിരിക്കുന്നു. നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു, നീ വലിയ ആളാണോ എന്ന്, വന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോയെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 26 വയസ്സ് പെൺകുട്ടി. ഫോൺ വന്നിരിക്കുന്നു. നീ നക്സൽസിനെതിരായി ജാർഖണ്ഡിൽ ശബ്ദമുയർത്തിയാലും ഏതെങ്കിലും ഗ്രാമത്തിൽ ശബ്ദമുയർത്തിയാലോ
ഗുംല ദുംഗ എന്ന സ്ഥലത്ത് പണി ചെയ്യുകയായിരുന്നു. നിന്റെ ഭർത്താവിനെ കൊന്നു, വന്ന് ബോഡി വാങ്ങിയിട്ട് പോയെന്ന് പറഞ്ഞു. ശരിക്കും അവൾ ഭയങ്കര ഷോക്കിലായിരുന്നു. അവൾ നമ്മുടെ പാർട്ടിയിലുള്ളവളാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ്. നമ്മെക്കൊണ്ട് 26 വയസ്സ് പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ സാധിക്കില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. മുംബൈയിൽ എന്റെ കൂടെയായിരുന്നു. ആയിഷയെ സ്വന്തം കാലിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എന്റെ കൂടെ അവളെ വെച്ചിരുന്നു. അതുവരെ ഞാൻ അവൾക്ക് സപ്പോർട്ടായിരിക്കണം. നിന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു ലീഡർ ആകണമെന്ന് അവൾ പറഞ്ഞു. കാരണം എനിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കരുതെന്ന് അവൾ പറഞ്ഞു. കാരണം അപ്പോൾ അവൾക്ക് വെറും 27 വയസ്സാണ്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്കൊരു നല്ല പയ്യനെ നോക്കി കല്യാണം കഴിപ്പിക്കാന്ന്. പക്ഷെ അവൾ നിരസിച്ചു. ഞാൻ കാരണം എന്റെ കൂടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന്. ഞാൻ മരിക്കുന്നതുവരെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. അവൾ ഇലക്ഷനിൽ നിന്നു, 2 പ്രാവശ്യം റാഞ്ചിയിൽ മേയറായി, BJPയുടെ ദേശീയ മന്ത്രിയായി, ഇപ്പോൾ കമ്മീഷനിലെ മെമ്പറായിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരുപാട് നേതാക്കന്മാരെ കണ്ടുകാണും. പക്ഷെ അവരുടെ തിരകളൊന്ന് മാറ്റി നോക്കിയാൽ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പോരാട്ടങ്ങൾ കാണും. പിന്നെ ആഷയെ BJPയുടെ ട്രഷററായി നിയമിച്ചിരിക്കുകയാണ്. അതായത് താങ്കൾ ബംഗാളിയിലും ഗുജറാത്തിയിലും മറാഠിയിലും പിന്നെ പഞ്ചാബിയിലും അയ്യോ. ഹിന്ദിയിലും സംസാരിക്കുന്നുണ്ട്. Sprechen Sie Deutsch? ഇല്ല, Ich spreche, aber wenn nicht. ഞാൻ താങ്കളോട് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിച്ചത് ജർമ്മനാണ്. സാറ് ഷോക്കായി പോയി. ഇപ്പോൾ ജർമ്മൻ ഓഡിയൻസ് ഞാൻ എവിടെ ചെന്ന് പിടിക്കാനാണ്? ആപ്കി അദാലത്തിന്റെ ഈ പ്രോഗ്രാം ഞങ്ങൾ വേറെ വേറെ ലാംഗ്വേജുകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൺ എയറിൽ അയച്ചിട്ടുണ്ട്. നേരാണോ? അതിൽ ഗുജറാത്തിയുണ്ട്, മറാഠിയുണ്ട്, മലയാളമുണ്ട്, തെലുങ്കുണ്ട്, ബംഗാളിയുണ്ട്. സോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 3 ലാംഗ്വേജ് സംസാരിച്ചു. ആ ഭാഷയിൽ താങ്കളുടെ പ്രേക്ഷകരോട് പറഞ്ഞേക്കോ, ആപ്കി ഇദ്ദേഹം അദാലത്ത് ഫ്രീ ആയി പ്രൊമോ ചെയ്യുകയാണ്. আপনারা সবাই আপকি আদালত বাংলায় দেখুন. আমি আপনাকে অনুরোধ জানাচ্ছি, આપ સૌ આવીને રજતજીનું આપકી અદાલત ગુજરાતીમાં જો, એવી મારી વિનંતી. आणि नागपूर काय बोलायचं आहे यांना? बोला, रजतजीचा प्रोमो करा तुम्ही पण. मराठीत बघा आपकी अदालत रजत शर्मावर. വളരെ നന്ദി. ഇത് മുഖേന ആപ്കി അദാലത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതായിരിക്കും. എല്ലാവരും ആ ലാംഗ്വേജ് കാണട്ടെ. ഈ പ്രൊമോഷൻ എനിക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും.